എല്ലാം പരിഷ്കാരങ്ങളായി സമുദായം പേറി നടക്കുന്നത്. പടിഞ്ഞാറ് പഠിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഇന്ന് ഞാൻ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരുപാട് പരദാധാരികളായ പ്രിയപ്പെട്ട പെങ്ങന്മാരുടെ സമീപത്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാ, ഉമ്മമാരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാ. ഒന്ന് ഗൗരവത്തോടെ ഓർക്കാൻ വേണ്ടി പറയുകയാ, നിങ്ങൾ അല്ലാഹുവിനെ ഭയന്നിട്ടാ പർദ്ദയിടുന്നെങ്കിൽ, നിങ്ങൾ ഖബറിൽ രക്ഷപ്പെടാൻ വേണ്ടിയാ പർദ്ദയിടുന്നെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തുമോളെ ഫാത്തിമ റളിയല്ലാഹു അൻഹാ, അവിടുത്തെ പത്നിമാരായ ആയിഷത്തു സുഹ്റാ, ഖദീജത്തുൽ കുബ്രാ, ആ മഹദിമാരുടെ താരത്തോരത്ത് അവരുടെ പരിശുദ്ധ തീരത്തണയാനാ നിങ്ങൾ ശരിക്കും പർദ്ദയിടുന്നെങ്കിൽ, നിങ്ങളുടെ പർദ്ദ നിങ്ങളും മരിച്ചു പറക്കുവോ, നിങ്ങളൊന്ന് സൂക്ഷ്മമായി നോക്കുവോ. നിങ്ങളുടെ സ്ട്രക്ചർ, നിങ്ങളുടെ ബോഡി അത് ഫിറ്റായി കളന്ന് മറ്റുള്ളവർക്ക് നിങ്ങളുടെ ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ അളന്നെടുക്കാൻ പറ്റുന്ന നിലക്കുള്ള പർദ്ദയാണോ? പൊന്നു പെങ്ങളെയാ, പർദ്ദ കൊണ്ടർത്ഥമില്ല. ഞാൻ തുറന്നു പറയുകയാ, പർദ്ദയിട്ടിരുന്ന പെണ്ണുങ്ങളുണ്ടായിരുന്നു. എല്ലാവരുമല്ല, എല്ലാവരെയും ചേർത്ത് ഞാൻ പറയുകയില്ല. പർദ്ദയിടാൻ പെണ്ണുങ്ങളെ അൽഹംദുലില്ലാഹ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കണ്ണൂരിൽ കൂടുതലും പെണ്ണുങ്ങൾ പർദ്ദയിടുന്ന സ്ത്രീകളാ, പർദ്ദയിടുന്ന സഹോദരിമാരാ, മുഖം മറച്ചു നടക്കുന്ന സഹോദരിമാരാ, അല്ലാഹുവിനെ ഭയക്കുന്ന സഹോദരിമാരാ. അവരുടെ സൗന്ദര്യവും അവരുടെ എല്ലാം അവരവകാശപ്പെട്ട ഭർത്താക്കന്മാരുടെ മുന്നിലല്ലാതെ ഒരാളിന്റെ മുന്നിലും അവരഴിഞ്ഞാടാത്ത ചെറുപ്പക്കാരികളാ, പെണ്ണുങ്ങളാ, ഉമ്മമാരാ, സഹോദരിമാരാ ഒക്കെ. പക്ഷേ ഒന്ന് ചെറുത്തു വായിച്ചോ പെങ്ങളെ, നിന്റെ പർദ്ദ, നല്ല പർദ്ദ നിന്റെ ശരീരം മറന്നു കിടക്കുന്ന നിലക്ക് നിനക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ, പർദ്ദ ഹൗസിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി നീ എന്തിനാ പൊന്നുമോളെ ചെത്തിയൊരുക്കുന്നത്? എന്തിനാ പെങ്ങളെ തയ്ച്ചാക്കുന്നത്? എന്തിനാ പെങ്ങളെ നിന്റെ അരയുടെ ഭാഗം കണ്ടു ചെയ്യുന്നത്? എന്തിനാ പെങ്ങളെ നിന്റെ മാനം നടിപ്പിച്ചു വെക്കുന്നത്? എന്തിനാ പെങ്ങളെ ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നത്? നിന്റെ പർദ്ദ കൊണ്ട് നാളെ രക്ഷപ്പെടണോ? നിന്റെ ശരീരം കൊണ്ട് നാളെ രക്ഷപ്പെടണോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, നമ്മുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നിങ്ങളുടെ മക്കളുടെ കാര്യം ഗൗരവത്തിലെടുക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഞാൻ ഗൗരവത്തോട് പറയട്ടെ, അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. അല്ലാഹുവിന്റെ ഖുർആൻ സംശയത്തിന് ലവലേശം അവകാശമില്ലാതെ അതുല്യമായ അമേയമായ അമൂല്യമായ ഗ്രന്ഥത്തിന്റെ പ്രഖ്യാപനമാ. അല്ലാഹു പറയുകയാ, അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കാത്തുകൊള്ളണേ, നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരം നിങ്ങൾ കാത്തുകൊള്ളണേ, നിങ്ങളുടെ മക്കളുടെ കാര്യം നിങ്ങൾ ഗൗരവത്തിലെടുക്കണേ, നിങ്ങളുടെ സന്താനങ്ങളെ പരിപാലിക്കുന്ന കാര്യം നിങ്ങൾ ഗൗരവത്തിലെടുക്കണേ. കൂട്ടരെയെന്ന് ഉടമസ്ഥനായ യജമാനായ സല്ലല്ലാഹുലായ അല്ലാഹുവിന്റെ ഓർഡർ. കാരണം എന്താണെന്നറിയുമോ? ഭീകരമായ നരകമുണ്ടല്ലോ, ഭീഭത്സമായ നരകമുണ്ടല്ലോ, കത്തിക്കാളുന്ന നരകമുണ്ടല്ലോ. ആ നരകത്തിന്റെ ചൂട് വർണ്ണിക്കാൻ പറ്റില്ലല്ലോ. ആ നരകത്തിലേക്ക് വന്നു വീണ ഒരു കല്ല്, ആ കല്ല് സഞ്ചരിച്ച ദൂരം എത്രയാണെന്നറിയുമോ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിന്റെ ഇടയിലിരിക്കുമ്പോ ഒരു വലിയ ശബ്ദം കേട്ടു. ഹദീസിൽ കാണാം, പ്രിയപ്പെട്ട സഹോദരങ്ങള്, സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്താ സഹാബ ആ കേട്ട സൗണ്ടം അറിയുമോ? ഞങ്ങൾക്കറിയില്ല, അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹുക്കറിയാം, റസൂലുള്ളാഹിക്കറിയാം. യാ നബിയേ, ഞങ്ങൾക്കറിയില്ല യാ റസൂലല്ലാഹ്. ഉടൻ തന്നെ മുത്തുനബി പറഞ്ഞത് എന്താണെന്നറിയുമോ? 70 വർഷത്തിനു മുമ്പ് ഒരു കല്ല്, ആ കല്ല് നരകത്തിന്റെ മുകളിൽ നിന്നും എടുത്തിട്ടിട്ടുണ്ട്. 70 വർഷം ആ കല്ല് സഞ്ചരിച്ചപ്പോൾ ആ നരകത്തിന്റെ അടിവാരത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ നരകത്തിന്റെ അടിയിൽ പതിച്ചിട്ടുണ്ട്. ആ കല്ല് വീണ ശബ്ദമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിസരത്തുള്ള ഏറ്റവും ആഴമേറിയ കിണറുണ്ടല്ലോ, ആ കിണറിലേക്ക് നിങ്ങൾ ഒരു കല്ലിടൂ. ആ കല്ല് വീഴുന്ന ശബ്ദം തുച്ഛമായ സെക്കൻഡുകൾക്കുള്ളിൽ അതിന്റെ ഓണം തട്ടുന്ന ശബ്ദം, അതിന്റെ കല്ല് ചെന്നടിയിൽ വീഴുന്ന സൗണ്ട് നമ്മുടെ ശ്രവണപുടങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നെങ്കിൽ ഒരു മിനിറ്റല്ല, ഒരു മണിക്കൂറല്ല, ഒരു ദിവസമല്ല,
ഒരാഴ്ചയല്ല, ഒരു വർഷമല്ല, 70 വർഷം സഞ്ചരിച്ചിട്ടാ ആ കല്ല് നരകത്തിന്റെ അടിയിലെത്തിപ്പെടുന്നതെങ്കിൽ ചിന്തിച്ചാൽ രക്ഷയുണ്ടോ? ചിന്തിച്ചാൽ വല്ല അന്തവുമുണ്ടോ? എത്ര കോടാനകോടികൾക്കുള്ള സങ്കേതമായിരിക്കും. റബ്ബ് നമ്മെ കാക്കുമാറാകട്ടെ. ആ നരകത്തെ പേടിച്ചിട്ടാ നിങ്ങൾ വസ്ത്രധാരണം നടത്തുന്നതെങ്കിൽ അങ്ങനെയുള്ള മാംസം നിങ്ങളുടെ ശരീരത്തിന്റെ വടിവുകള് മറ്റൊരാൾ കന്യപുരുഷന് കണ്ടാസ്വദിക്കാൻ പറ്റുന്ന നിലക്ക് ഒരിക്കലും ചെത്തിയൊരിക്കല്ല പെങ്ങള്. ആ പർദ്ദയുടെ മഹത്വം തകർക്കല്ല പെങ്ങള്. ആ പർദ്ദയുടെ മഹത്വം വലിച്ചെറിയല്ല പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീയും ഓർത്തു നോക്ക്. കോളേജിൽ നീ പഠിക്കുന്നവളാ. എന്റെ പ്രിയപ്പെട്ട പൊന്നോമന മക്കള്, എന്റെ ചെറുപ്പക്കാരെ നിങ്ങൾ ഓർത്തു നോക്ക്. സ്കൂളിൽ കഥാ പോകുന്ന സമയം വലിയ തിരക്കാ. പൂവാല ശല്യം കൊണ്ട് ഒരുപാട് ഡസൻ കണക്കിന് പോലീസുകാർ കോളേജിന്റെ മുന്നിൽ അണിനിരക്കുകയാ, സ്കൂളിന്റെ ഫ്രണ്ടിൽ അണിനിരക്കുകയാ. എന്താണ് കാരണമെന്നറിയുമോ? സമരമൊന്നുമില്ല, സ്ട്രൈക്കൊന്നുമില്ല. പൂവാലന്മാരെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. പെണ്ണ് കാണാൻ വേണ്ടി സ്കൂളിന്റെ വരാന്ത തെണ്ടുന്ന ചെറുപ്പക്കാരാ. ആ കുടുംബ ബന്ധം നിനക്ക് സന്തോഷമാവുമോ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെങ്ങനാ? ഹബീബായ നബി തങ്ങൾ പെണ്ണ് കാണൽ ചടങ്ങ് പഠിപ്പിച്ചതെങ്ങനാ? അതൊന്നും ദീർഘമായി പറയാനുള്ള അവസരമില്ലല്ലോ, അതിനുള്ള സമയം പോരല്ലോ. ഞാൻ പറയുന്നു, സ്കൂൾ അതാ ബെല്ലടിക്കുന്ന സമയമാകുമ്പോൾ, രാവിലെ സ്കൂളിലേക്ക് പെൺകുട്ടികൾ അടിവെച്ചു പോകുന്ന സമയമാകുമ്പോൾ, നീ എല്ലാ ദിവസവും ഒരുപാട് കൂർക്കം വലിച്ച് ദീർഘനേരം ഉറങ്ങുന്നവനാണെങ്കിൽ സ്കൂൾ സമയമായാൽ നിനക്കുറക്കം വരുന്നില്ലടാ ചെറുപ്പക്കാരാ. നീ അതാ മുടിയൊക്കെ ചെയ്ത് നിന്റെ ബൈക്ക് എടുത്തുകൊണ്ട് നിന്റെ ടൈറ്റുള്ള ബന്യൻ അതാ ജിമ്മിന് പോയിട്ട് നിന്റെ മസിലുണ്ടല്ലോ, ആ ട്രൈസെപ്സും ആ ബൈസെപ്സും ആ ഫോറാമും വിങ്സും ചെസ്റ്റും എല്ലാം ബാക്കിയുള്ള പാർട്സുകൾ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അതൊക്കെ ഇങ്ങനെ അടിച്ചു പെരുക്കിയിട്ട് 2 ഭാഗത്തേക്ക് കൈ ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് കേവലം ഒരു 220 ഇല്ലെങ്കിലും ഇങ്ങനെ ആവേശത്തോടെ ചരിഞ്ഞു പറക്കുമ്പോൾ, എന്റെ പൊന്നുമോനെ, നിന്റെ മനസ്സിൽ നീ ഏത് സ്വർഗവാ നീ കാണുന്നത്? നിനക്കൊരു നായകനുണ്ട് കേട്ടോ, നിനക്കൊരു സംസ്കാരമുണ്ട് കേട്ടോ, നിനക്കൊരു നേതൃത്വമുണ്ട് കേട്ടോ, നിനക്കൊരു ആദർശമുണ്ട് കേട്ടോ. അതൊന്നും കളഞ്ഞുകൊണ്ട് അങ്ങാടിയിലൂടെ തെണ്ടവനല്ല. പെണ്ണിന്റെ പിന്നിൽ മുണ്ടി നിന്നാൾ തെണ്ടി, നേരിട്ട് കണ്ട ലുണ്ടുകൊണ്ടാ മണ്ടി. ചെറിയ പ്രശ്നമൊന്നുമല്ല പുലിവാല സഹോദര, നിന്റെ ജീവിതം ഒന്നിനും കൊള്ളുകയില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അതുകൊണ്ട് ഗൗരവത്തോടെ എടുക്കണം. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. നീ ഏത് കാമുകനോടൊപ്പം എവിടെയൊക്കെ സഞ്ചരിച്ചാലും, നിന്റെ ഉമ്മയും ബാപ്പയും ഫാമിലിയോട് മനസ്സിലാണെങ്കിൽ പോലെയും നിന്റെ വീട്ടുകാർ, ബാക്കിയുള്ള കുടുംബക്കാർ, നീ ഏത് പാതിരാത്രി ആരോടൊക്കെ കൂടെ പോയാലും, ഏത് പച്ച പാതിരാത്രി നിനക്ക് വാതിൽ തുറന്നു തരുന്ന നിന്റെ ഏത് ഉപ്പയാകട്ടെ ഉമ്മയാകട്ടെ കുടുംബക്കാരാകട്ടെ, അവരൊക്കെ വാതിൽ തുറന്നു തന്നാലും അല്ലാഹു സ്വർഗത്തിന്റെ വാതിൽ തുറക്കൂല പെങ്ങളെ. നിനക്ക് ഫാത്തിമാനെ കാണാൻ പറ്റൂല പെങ്ങളെ, നിനക്ക് ആയിഷാന്റെ മുഖം കാണാൻ പറ്റൂല പെങ്ങളെ. ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആദർശം കാത്തു സൂക്ഷിക്കുകയും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്ത തരുണീമണികൾ അതാ അടിവച്ച് സ്വർഗത്തിൽ പോകുമ്പോൾ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചതിന്റെ പേരില്, ആ സച്ചിത പാതയിൽ അടിയുറച്ചു നിന്നതിന്റെ പേരില് പെൺകൊടികൾ സുഗന്ധം ആ സ്വർഗത്തിന്റെ കലാവകഥ, ഒരുപാട് വടിദൂരം അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് ആവേശത്തോടെ ഉല്ലസിച്ചു പോകുമ്പോൾ, പെങ്ങളെ നിന്ന നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ അവിടെ ആരാ രക്ഷപ്പെടുത്തുന്നത്? അവിടെ ആരാ നിന്നെ സംരക്ഷണം നൽകുന്നത്? ആരാണ് നിനക്ക് ജാമ്യം നൽകുന്നത്? ആരാണ്, ഏത് പവറാണ് നിന്നെ നരകാവിയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത്? അതുകൊണ്ട് ഗൗരവത്തോടെ ഓർക്കണം, മാതാപിതാക്കളെ, അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഒരു സ്വലാത്ത് ചൊല്ലിക്കോ. മൗലായ സല്ലി വസല്ലം.
ആ മുത്തുനബിയിലേക്ക് നമുക്ക് പോകേണ്ടവരല്ലേ, ആ മുത്തുനബിയെ നമുക്ക് കാണേണ്ടവരല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടരെ, സ്വപ്ന ലോക സമാനമായ ഈ ലോകത്തിലുള്ള ജീവിതം ഞാനൊന്നും കൂടി ആവർത്തിച്ച് പറയുന്നു. സ്വപ്ന ലോക സമാനമായ ഈ ലോകത്തെ ജീവിതം, സ്വപ്ന ലോക സമാനമായ ഈ ലോകത്തെ ജീവിതം ഒരു സ്വപ്നം കണ്ട് ഉണരുന്നത് പോലെ യഥാർത്ഥ ഉണർച്ചയുടെ ലോകത്തിലേക്ക് കടന്നു പോകേണ്ട നമ്മള് യഥാർത്ഥ ലോകം കാണുമ്പോൾ പകച്ചു നിൽക്കാൻ പാടുണ്ടോ, തെറിച്ചു പോകാൻ പാടുണ്ടോ, തകർന്നു പോകാൻ പാടുണ്ടോ? അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പുറത്തുള്ള സഹോദരങ്ങള് ഇൽമു കേട്ടവരാ അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ ഞാൻ പറയുകയാ, ഈ നാടിന്റെ പുതിയ തലമുറയാ നിങ്ങള്, ഈ നാടിന്റെ യശസ്സും അന്തസ്സും കാക്കേണ്ടവരാ നിങ്ങള്, വല്ലാത്ത ഭാഗ്യമുള്ള മക്കളാ നിങ്ങള്. മൗലൽ ബുഖാരി തങ്ങളുടെ ആ വല്ലാത്ത അമേയമായ അമൂല്യമായ അനുഗ്രഹത്തിന്റെ തണലിൽ ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം തന്നവരാ നമ്മള്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാ, നിങ്ങൾ ഈ കേട്ട വിജ്ഞാനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ മതിൽക്കെട്ടിനുള്ളിലേക്ക് കടന്നു വരൂ. ഒരൽപ്പം ദുആ ചെയ്തു നിർത്താൻ പോവുകയാ. കടക്കുന്നതിലും ഓരങ്ങളിലുമുള്ള എല്ലാവരും സന്തോഷത്തോടെ വരൂ. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാതിനപ്പുറം നമുക്കൊന്നും പറയാനില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്താ പ്രിയപ്പെട്ടവരെ, കടന്നു വരൂ. അതിനപ്പുറം നമുക്കൊരു അഡ്രസ് ഇല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായം എന്ന അഡ്രസ്സിനപ്പുറം വേറെ ഒരു അഡ്രസ് ഇല്ലല്ലോ. അതുകൊണ്ട് ഇരിക്കുന്ന ആളുകൾക്ക് പുരുഷന്മാരൊക്കെ അല്പം എഴുന്നേറ്റ് ഫ്രണ്ടിലോട്ട് വരൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും അവന്റെ തൃപ്തിക്ക് വേണ്ടിയാക്കുമാറാകട്ടെ. അർഹമർ റഹീമായ അല്ലാഹു നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ആത്മാർത്ഥമായ ആമീൻ പറയണം റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാഹ്. ഒരു പ്രഹസനമാക്കല്ലേ അല്ലാഹ്, ഒരു പരിസന്ധിയിലും ഞങ്ങളെ അകപ്പെടുത്തല്ലേ അല്ലാഹ്. പാപപ്പെട്ടവരാ അല്ലാഹ്, പാപികളാ അല്ലാഹ്. ഒരുപാട് പാപങ്ങൾ പർവ്വത സമാനമായ പാപം കൊണ്ട് കരിവാടിച്ചു പോയ ഹൃദയങ്ങളാ അല്ലാഹ്. നീയല്ലാതെ രക്ഷപ്പെടുത്താൻ ഒരാളുമില്ല അല്ലാഹ്.